ഹായ് കൂട്ടുകാരെ, നിങ്ങൾ കഥ കേൾക്കാൻ കാതോത്തിരിക്കുകയാണല്ലേ? എന്നാൽ കേട്ടോളൂ, ഞാനൊരു കഥ പറയാം. ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് വാനമ്പാടിയുടെ ആത്മത്യാഗം. പണ്ട് എന്ന് വെച്ചാൽ വളരെ പണ്ട് അറേബ്യയിലെ സുൽത്താൻ കൊട്ടാരത്തിൽ മനോഹരമായി ഒരു പൂന്തോട്ടമുണ്ടായിരുന്നു. അവിടെ ധാരാളം പക്ഷികളും ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ മധുരമായി പാട്ടുപാടുന്ന ഒരു വാനമ്പാടിയും ഉണ്ടായിരുന്നു. അവളുടെ പാട്ട് കേൾക്കാൻ എന്തു രസമാണെന്നോ! ഒരിക്കൽ ഒരു വനദേവത അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, നിന്റെ പാട്ടുകളെല്ലാം നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നാം നിനക്ക് 3 വരം നൽകുന്നു. അത് നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് വനദേവത അപ്രത്യക്ഷമായി. വാനമ്പാടി ചിന്തിക്കാൻ തുടങ്ങി. എനിക്ക് നല്ലൊരു വീടുണ്ട്, ആവശ്യത്തിന് ഭക്ഷണമുണ്ട്, കൂടാതെ നല്ല കൂട്ടുകാരുമുണ്ട്. പിന്നെ എനിക്കെന്തിനാണ് ഈ വരങ്ങൾ? ഇത് ഞാൻ എൻ്റെ കൂട്ടുകാരിക്ക് വേണ്ടി ഉപയോഗിക്കും. വാനമ്പാടി തീരുമാനിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവിടെ ഒരു പ്രാപിടി എത്തിച്ചേർന്നു. ഓരോ ദിവസവും ഓരോ കിളിയും കൊത്തി തിന്നു. അങ്ങനെ ഒരു ദിവസം ഒരു ചിന്നത്തത്ത നെൽക്കതിർ കൊത്തി തിന്നുകയായിരുന്നു. പ്രാപിടിയൻ വന്നു ചിന്നത്തത്തയെ റാഞ്ചിയെടുത്തു. ചിന്നത്തത്തെ കീക്കി എന്നു ഉറക്കെ കരിഞ്ഞു. ചിന്നത്തത്തയുടെ കരച്ചിൽ വാനമ്പാടി കേട്ടു. വാനമ്പാടി പറഞ്ഞു, അയ്യോ പാവം തത്ത, അതിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അതിനായി തൻ്റെ വരം ഉപയോഗിക്കാൻ തീരുമാനിച്ചു. വാനമ്പാടി പറഞ്ഞു, തത്ത രക്ഷപ്പെടട്ടെ. പെട്ടെന്ന് തത്ത വീർത്ത് വലുതായി വന്നു. ഭാരം താങ്ങാനാകാതെ പ്രാപിടിയൻ ചിന്നത്തത്തെ താഴെയിട്ടു. വല്ല വിധേയും തത്ത രക്ഷപ്പെട്ടു. പിറ്റേ ദിവസവും ഒരു മഞ്ഞക്കിളിയും പ്രാപിടിയൻ റാഞ്ചിയെടുത്തു. അതിനെയും തൻ്റെ വരം ഉപയോഗിച്ചു രക്ഷപ്പെടുത്തി. 2 വരങ്ങൾ തീർന്നു. ഇനി ഒരു വരം കൂടിയേ ഉള്ളൂ. അതും കൂടും തീർന്നാൽ നമ്മളെല്ലാവരും പ്രാപിടിയൻ്റെ ഇരകളായി തീരും. എല്ലാ കിളികളും വിഷമത്തോടിരുന്നു. വാനമ്പാടി പറഞ്ഞു, നിങ്ങൾ ആരും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് വേണ്ടി ജീവൻ ബലി അർപ്പിക്കാൻ പോരും. ഞാൻ തയ്യാറാണ്. വാനമ്പാടി മറ്റൊരു കൊമ്പിലേക്ക് പറന്നിരുന്നു. മനോഹരമായ ഒരു പാട്ടുപാടി. ഇത്രയും പാടിയ പാട്ടിനേക്കാളും അതിമനോഹരമായിരുന്നു അത്. അതുവഴി പ്രാപിടിയൻ ഇങ്ങനെ ചിന്തിച്ചു, എല്ലാ ദിവസവും എൻ്റെ ഇരകളെ രക്ഷിക്കുന്നത് ഇവനാവട്ടെ എൻ്റെ ഇന്നത്തെ ഇര. വാനമ്പാടിയെ റാഞ്ചിയെടുത്തു. പ്രാപിടിയൻ്റെ നഖങ്ങൾ വാനമ്പാടിയുടെ ശരീരത്തിലേക്ക് തറച്ചു കീറി. വേദന കൊണ്ട് പിടിയുമ്പോൾ വാനമ്പാടി മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു, ഒരു വരം കൂടി ബാക്കിയുള്ളൂ. അത് എനിക്ക് വേണ്ടി ഉപയോഗിക്കണോ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരിക്ക് വേണ്ടി ഉപയോഗിക്കണോ? വാനമ്പാടി പറഞ്ഞു, എൻ്റെ മാസം വിഷമുള്ളതാവട്ടെ. പെട്ടെന്ന് വാനമ്പാടി പെടിഞ്ഞു മരിച്ചു. അതുമൊന്നും അറിയാതെ വാനമ്പാടിയെ മാസം കൊത്തിത്തിന്ന് പ്രാപിടിയനും മരിച്ചു വീണു. കൂട്ടുകാരെ, നിങ്ങളെന്താ ഈ കഥയൊന്നും മനസ്സിലാക്കേണ്ടേ? സ്വന്തം ജീവൻ ബലി അർപ്പിച്ചു പോലും മറ്റുള്ളവരെ രക്ഷിക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം. നാം അതേപോലെയാവണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.